അപ്പോൾ നമുക്കിന്നൊരു നാടൻ രസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടുന്നത് ഒരു നെല്ലിക്ക അളവിൽ പുളിയാണ്. പിന്നെ വേണ്ടത് തക്കാളി നമ്മളെ വീട്ടിലുള്ളതാണ്, അതുകൊണ്ടാണ് ഇത്ര ചെറുതായി പോയത്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസ് എടുത്താൽ മതി. കുരുമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ജീരകം, പിന്നെ വേണ്ടത് കരിയേപ്പില, മല്ലിയിലയാണ്. മല്ലിയില ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ വറ്റൽമുളക്, നിങ്ങളെ എരിക്കനുസരിച്ച് ഒന്നോ രണ്ടോ വറ്റൽമുളക് എടുക്കാം. അതിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കരിയേപ്പിലയും കൂടെ ചേർത്തൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്ന ഈ ഒരു മിശ്രിതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ആ തക്കാളിക്കയിലെ ഒരു വെള്ളത്തിൻ്റെ അംശം കാണാം. അപ്പോൾ അത് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൽ ലേശം ഒന്ന് തിള വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കായപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ, വലിയ ഒരു പണിയില്ല. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുത്താൽ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രസം തയ്യാറാക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചോറൊക്കെ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ സദ്യയ്ക്കും വിളവാകുന്ന അടിപൊളി ഒരു രസമാണ്. അപ്പോൾ നിങ്ങൾ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ പായസമൊക്കെ കുടിച്ചാൽ എല്ലാവരും നല്ല ഹെവി ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഈ ഒരു രസം കൂട്ടി അവസാനം ഒന്ന് ചോറ് കഴിക്കുകയാണെങ്കിൽ അത് വയറ്റിനൊക്കെ ഒരു നല്ല ആശ്വാസമാണ്. അപ്പം ഞാനിത് സ്ഥിരം ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.